ഹായ് ഡിയേഴ്സ്, ഏസ്തിരിക്കായിട്ടുള്ള പേപ്പർ കട്ടർ ആണെങ്കിൽ ആമസോണിൽ തപ്പിക്കൊണ്ടിരുന്നപ്പോഴാണ് അത് ഇതിൻ്റെ പ്രൈസ് ഇത്രയുണ്ട്. ഒരു 3131 രൂപയാവും 8 പീസിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ അത്രയും രൂപ മുടക്കിയിട്ടുന്ന ഒരു പേപ്പർ കട്ടർ മേടിക്കേണ്ട ആവശ്യം ഇപ്പോൾ എനിക്കുണ്ടെന്ന് തോന്നുന്നില്ല. അപ്പം നമുക്ക് ഏതായാലും ഒന്ന് കുറച്ച് ക്ലേ ഇരിപ്പുണ്ട്. അപ്പോൾ ആ ക്ലേ വെച്ചിട്ട് നമുക്ക് ഇതുപോലത്തെ ഏകദേശം ഇതുപോലെ വരുന്ന ഒരു പേപ്പർ കട്ടർ ഉണ്ടാക്കി നോക്കാം. മൗഡിൽ ക്ലേ ആയിരുന്നു കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് മൗഡിൽ ക്ലേ എടുത്തു. എന്നിട്ട് അത് നന്നായിട്ട് കൈകൊണ്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുന്നുണ്ട്. ഇതുപോലത്തെ ഒരു ക്ലേ ടൂൾ വെച്ചിട്ട് ഈ മൗൾഡ് ക്ലേ ചെറിയ പീസുകളായിട്ടൊന്ന് വെട്ടിയെടുക്കുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ ഈ ഓരോ പീസുകളും എടുത്തിട്ട് കയ്യിൽ ഉരുട്ടി ചെറിയ ചെറിയ ബോൾസ് ആക്കിയാണ് എടുക്കുന്നത്. അങ്ങനെ 6 ചെറിയ ബോൾസുകൾ ഉണ്ടാക്കി എടുത്തിട്ട് ഇതേ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ ഇതുപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്തൊക്കെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ക്ലേ ടൂൾ വെച്ചിട്ടാണെങ്കിൽ ആ സെൻറ്ററിലെ പീസുമായിട്ട് ഓരോ ബോൾസും ആണെങ്കിൽ യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ യോജിപ്പിച്ച് കൊടുത്ത ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അതിനുശേഷം കയ്യിലിരിക്കുന്ന എന്തെങ്കിലും ഒരു ടൂൾസ് അല്ലെങ്കിൽ പെൻ കട്ടറോ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ പെറ്റൽസിനാണെങ്കിൽ ഓരോരോ കട്ട്സോ ഷേപ്സോ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ചെറിയ ചെറിയ ഡോട്ട്സ് ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കിത് ഡ്രൈ ആവാനായിട്ട് വെക്കണം. ഇത്രയൊക്കെ ചെയ്ത് വന്നപ്പോഴത്തേക്കാണ് കൈ ബ്ലേഡില്ല എന്നൊരു കാര്യം ഓർമ്മ വരുന്നത്. അപ്പം ഞാനാണെങ്കിൽ ആലോചിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കാണെങ്കിൽ എൻ്റെ ആണെങ്കിൽ ഐബ്രോ ഇറേസർ ഞാൻ ഒരു തവണ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അത് എൻ്റെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഇതുപോലെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുത്തു. എന്നിട്ടാണെങ്കിൽ ക്ലേക്ക് ഉള്ളിലോട്ടാണെങ്കിൽ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്ത് നല്ലൊരു ഷേപ്പിലോട്ട് പെറ്റലിൻ്റെ ഷേപ്പിലോട്ട് തന്നെ ആണെങ്കിൽ ആക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ആണെങ്കിൽ നമ്മുടെ ഫ്ലവർ ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫ്ലവർ ഉണങ്ങാനായിട്ട് വെക്കാം. അതിനുവേണ്ടി കുറച്ച് ടാക്കും പൗഡർ ആണെങ്കിൽ ഞാനാണെങ്കിൽ ഇത് വിതറി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിന് മുകളിലായിട്ട് ക്ലേ കൊണ്ടുണ്ടാക്കിയ ഫ്ലവർ ആണെങ്കിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആണെങ്കിൽ ഉണങ്ങി കഴിയുമ്പോൾ ഒട്ടി പിടിക്കാതിരിക്കും. നമുക്ക് ഈസി ആയിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. ഇനി ഇത് നന്നായിട്ട് ഉണങ്ങി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു കളർ കോമ്പിനേഷനൊക്കെ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് കളർ ചെയ്തെടുത്ത് നല്ല ബ്യൂട്ടിഫുൾ ആക്കി എടുക്കാനായിട്ട് പറ്റും. ഇതിപ്പോൾ ഉണങ്ങി കഴിഞ്ഞ് എടുത്തതിന് ശേഷമാണ് ഞാൻ തലേദിവസം രാത്രിയിലാണ് ഉണ്ടാക്കിയത്. പിറ്റേ ദിവസം ഞാൻ എടുത്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഡ്രൈ ആയി കിട്ടി. അപ്പോൾ ഞാൻ ഫസ്റ്റ് ആണെങ്കിൽ വൈറ്റ് കളർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഫ്ലവറിൽ നന്നായിട്ട് വൈറ്റ് കളറൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം അത് ഉണങ്ങുന്നതിന് മുമ്പ് തന്നെയാണെങ്കിൽ ഓറഞ്ച് കളർ ആണെങ്കിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ലൈറ്റ് ഓറഞ്ച് കളർ നമുക്ക് കിട്ടും. ഫ്രണ്ട് സൈഡ് ഫുൾ കളർ ചെയ്തു. അത് ഉണങ്ങിയതിന് ശേഷം ബാക്ക് സൈഡ് ഞാൻ കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതേ കളറൊക്കെ ചെയ്ത് നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ക്യൂട്ടായിട്ടുള്ള പേപ്പർ കട്ടർ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പേപ്പർ എടുത്ത് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ നല്ല ഈസി ആയിട്ട് കട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല സക്സസ്ഫുൾ ആണ്. അതുപോലെ തന്നെ ഒരു കാർഡ്ബോർഡ് പീസ് എടുത്തത് ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കട്ട് ചെയ്ത് കിട്ടി. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് വീട്ടിൽ ക്ലേ ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഐഡിയ ആണിത്. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ടാറ്റാ ബൈ.